കെപിസിസിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ ശ്രീ എൻ സുബ്രഹ്മണ്യനെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും കേസിൽപ്പെടുത്തുകയും ചെയ്ത നടപടി ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരി, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭരണാധികാരിയുടെ നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത് സ്റ്റാലിന്റെ റഷ്യയും ഇദി അമീന്റെ ഉഗാണ്ടയും ഒന്നല്ല. ഇത് കേരളമാണ്, ജനാധിപത്യ കേരളമാണ്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് കണ്ടതാണല്ലോ. നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ ആ ചിത്രവും ആ പരിപാടിയുടെ വീഡിയോയും എല്ലാവരും ഇട്ടതാണ്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏക ആള് എം.ഇ. ഗോവിന്ദൻ മാത്രമാണ്. മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്, സമീപത്തുള്ളതാണ്, സംസാരിച്ചതാണ്. ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പടം എടുക്കുന്നത് കുറ്റകൃത്യമൊന്നുമല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടമുള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത്. അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക, പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങള് പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF-ഉം പിന്തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഏകാധിപതി ചമയണം. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കൊരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ.